ഇതൊരു നല്ല സിനിമയാണ്. അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കുക. ജോർജ് കുട്ടിയുടെ കുടുംബത്തില് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ആ കഥയാണ് ഞങ്ങൾ പറയുന്നത്. അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക. അല്ലാതെ ഇപ്പൊ നമ്മൾ വണ്ണിന്റെ മുകളിൽ 2, 2ന്റെ മുകളിൽ 3 അങ്ങനെയൊന്നും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമയല്ല. ഇപ്പൊ ദൃശ്യം 2ന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ചും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യുന്നത്. ഞാൻ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ 4.5 വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് ആ ക്യൂരിയോസിറ്റിയിൽ വരാം തീർച്ചയായിട്ടും. അതായത് ഒരു കുഴപ്പമില്ല. പിന്നെ ഞാനെന്താ പറയാ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം ഇപ്പം എന്നെയൊക്കെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ഓഡിയൻസ് ഇനിയും ആ സപ്പോർട്ടും ഇതും തുടരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നന്നായി വരട്ടെ, പ്രാർത്ഥിക്കുക. അപ്പൊ ഒരു ഇരട്ടി മധുരമല്ലേ. വളരെ സന്തോഷം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എന്താ പറയാ, നമുക്ക് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും അതാ പറഞ്ഞു, വി ആർ ഓൾ പ്രൗഡ് ഓഫ് യു. കാരണം അതുപോലെ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ ഒരു സാംസ്കാരിക ഇതിനകത്തും സൊസൈറ്റിയിലും ഒക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം തന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാ രീതിയിലും അത് അർഹതപ്പെട്ട ഒരാളാണ്. വളരെ സന്തോഷം. അല്ല, അതിനെക്കുറിച്ചൊന്നും നമ്മള് ഷൂട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ഷൂട്ട് തന്നെ എപ്പോഴാണ് കറക്റ്റായിട്ടൊക്കെ തീർക്കാൻ പറ്റും നമുക്ക് അറിയില്ല ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അത് ഷൂട്ട് തീർന്ന് ബാക്കി അതിന്റെ വർക്കുകളെല്ലാം ചെയ്ത ശേഷം അതെല്ലാം തീരുമാനിക്കുന്ന പ്രൊഡ്യൂസറാണ്, ഞാനില്ല. അതൊക്കെ പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അല്ല, ഇത് ഞാൻ പണ്ടുതൊട്ടേ ഇതൊരു ത്രില്ലറായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം ഞാനിതൊരു ഫാമിലി ഡ്രാമ, അതിനകത്ത് കുറെ അങ്ങനത്തെ കൈൻഡ് സംഭവങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ദൃശ്യത്തിനെ ഒരിക്കലും ഒരു ത്രില്ലർ, അപ്പൊ പിന്നെ ഫാമിലി ത്രില്ലർ ആക്കി എല്ലാവരുടെ. കാരണം അത് 2 കുടുംബങ്ങളുടെ കഥയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അതൊരു ജോർജ് കുട്ടിയുടെ കുടുംബവും ആ കുടുംബത്തിലെ അവരുടെ ഇമോഷണൽ, അവർ തമ്മിലുള്ള പ്രശ്നം, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, അവർ നേരിടുന്ന ട്രോമകള്, ഇപ്പോഴത്തെ അതൊക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അതിനകത്ത് ഒരു ക്രൈമും കാര്യങ്ങളും വന്നതേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.